ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോറി. അപ്പോ നമ്മുടെ PM വന്ന് മെസ്സേജ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവരുടെയും ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പൈൽ റീഡിംഗ് നടത്താൻ പോവുകയാണ്. അപ്പോ സക്സസ് ആവോ എന്താവുമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു രീതി ചെയ്യുന്നത്. നന്നാവട്ടെ എന്ന് തന്നെ ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ 2 പയൽസ് ആണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ പയല് ലാഫിംഗ് ബുദ്ധ അഥവാ കുബേര എന്നുള്ള പയലും, രണ്ടാമത്തെ പയല് വന്നിട്ട് നമ്മുടെ കൃഷ്ണൻ ഓടക്കുഴൽ ഓതുന്ന ഉണ്ണിക്കണ്ണനും ആണ്. ഞാൻ രണ്ടും ഗുരുവായൂരിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പയൽ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാർഡായിരിക്കും ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് കിട്ടിയ മെസ്സേജ് പറഞ്ഞാൽ ലവ് റീഡിംഗ് മാത്രം നോക്കാം. കാരണം വാലന്റൈൻസ് ഡേ കഴിഞ്ഞതല്ലേ, അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഗ്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നിങ്ങൾക്ക് ആദ്യത്തെ ഫയൽ ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫയലും കൂടെ ചൂസ് ചെയ്യുക. രണ്ടും റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യുക, വിട്ടുകളയുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ നിന്ന് കമന്റ് ഇടണം. ഇനി പൈൽ റീഡിംഗ് വേണോ വേണ്ടെന്നുള്ള കാര്യവും നിങ്ങളിവിടെ, അത് ജനറൽ റീഡിംഗ് മാത്രം മതിയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ പറയണം. എല്ലാവർക്കും നല്ലൊരു പ്രണയദിനാശംസകൾ വീണ്ടും ഞാൻ പറയാണ്. ഏറ്റവും സന്തോഷകരമായിരിക്കുക. റീഡിംഗ് പൈൽസ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന കാര്യം മാത്രം തരണേന്ന് നിങ്ങൾ യൂണിവേഴ്സിനോടും ഭഗവാനോടും പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ 3 കാർഡുകൾ മാത്രമേ ഞാൻ ആദ്യം ഇപ്പൊ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ആദ്യത്തെ കാർഡ് വന്ന് ഹരേ കൃഷ്ണ എന്നുള്ള കാർഡാണ്. അതിൽ എന്താ ഭഗവാൻ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പങ്കാളി പ്രണയപ്രവേശത്താൽ പരസ്പരം മറന്ന് നിങ്ങളെ ഗാഢമായി പ്രണയിച്ചിരുന്നു എന്നാണ് പറയണത്. മുമ്പ് പാസ്റ്റില് അത്രയും എന്താ പറയാ, അത്രയും വീക്ക്നെസ് ആയിട്ടുള്ള പ്രണയമായിരുന്നു നിങ്ങളുടേത്. അതായത് ഇതാ കണ്ടില്ലേ, കണ്ണൻ രാധാറാണിക്ക് എന്താ ചെയ്യുന്നത്, കാലില് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കാല് പിടിച്ച് കാലില് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. അത്രയ്ക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. ഈ ഒരു രീതിയിലായിരുന്നു നിങ്ങളെ അവര് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാല് പിടിക്കാനും പോലും ഒരു മടിയില്ലാത്ത ആളുകളായിരുന്നു അവര് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ അണിയിച്ചൊരുക്കാൻ ഏറ്റവും സുന്ദരിയാക്കി ഇരിക്കാൻ അവർക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അവരെക്കാളും ഒക്കെ എപ്പോഴും അവര് പറയും, നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നതാണ് എന്റെ സന്തോഷം എന്ന് അവർ നിരന്തരം നിങ്ങളോട് പറയുകയും അതിനുവേണ്ടി പല കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയും എല്ലാം ചെയ്തിരുന്നു. പാസ്റ്റാണ് കേട്ടാ പറയണത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഭഗവാനും രാധാറാണിയും പോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രണയകാലമായിരുന്നു നിങ്ങളുടെ പ്രണയം എന്ന് ആദ്യത്തെ കാർഡ് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ കാളിയമർദ്ദനൻ. നിങ്ങളുടെ പ്രണയത്തിൽ വളരെയധികം കപടം നിറഞ്ഞിരിക്കുന്നു, അതിനാൽ സ്വയം വിശകലനം ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ചീറ്റിംഗ് ലെവൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മേ ബി ബ്രേക്കപ്പ് ഒക്കെ ആയ ആൾക്കാരായിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ഓൺ ഓഫ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രണയത്തിലെ ഒരു കപടത വന്നിട്ടുണ്ട്, ഒരു ചീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ പലതവണ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും, നിങ്ങൾ പലതവണ അവരോട് ചോദിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ അവരിതൊന്നും സമ്മതിച്ചു തന്നിട്ടില്ല. എല്ലാം അവരുടെ ആധിപത്യം എന്നുള്ള നിലയിൽ അവരത് വളച്ചൊടിക്കാൻ, അതായത് നിങ്ങൾ ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെടുമ്പോ അവർ അതിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങളെ ദേഷ്യപ്പെട്ട് നിങ്ങളുടെ വായ അടപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ശരിയല്ലേ? നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ അടച്ചാക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഞാനാണോ ഇനി തെറ്റ് ചെയ്തത്. നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ, എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് പറഞ്ഞ പോലെ, ഇനി ഞാൻ തന്നെ ആയിരിക്കുമോ തെറ്റ് ചെയ്തത്, ആള് ശരിയായിരുന്നിരിക്കുമോ, ഇത് എന്റെ കുഴപ്പമാണോ എന്നൊക്കെ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ആ തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ അങ്ങേര് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണ്, ആളാണ് തെറ്റ് ചെയ്യുന്നത്. അത് മറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി അവര് സ്കിപ്പായി പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് കാർഡില്. പക്ഷെ ഫ്യൂച്ചർ കാർഡ് ഏറ്റവും നല്ല കാർഡാണ്. രാധാമാധവ എന്നുള്ള കാർഡാണ്.
നിങ്ങളുടെ പ്രണയം ഇപ്പോൾ സഫലീകരിച്ചില്ലെങ്കിൽ പ്രണയ സഫലത്തിന് മാത്രമായി ഇനി ഒരു ജന്മം എടുക്കുകയും നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യണം. മേ ബി ചിലപ്പോൾ നിങ്ങള് ഇപ്പൊ ബ്രേക്കപ്പിലായിരുന്ന ആളുകള് വീണ്ടും റീയൂണിയനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പത്തെ ഈ ഒരു സാഹചര്യം കണക്കാക്കണ്ട, നിങ്ങൾ വീണ്ടും പ്രണയത്തിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ പ്രണയം മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചറിൽ പറയുന്നത്. ഇനിയിപ്പോ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ പറയും ഈ ജന്മത്തിൽ കിട്ടാത്ത സാധനം എന്തിനാണ് അടുത്ത ജന്മം ഞങ്ങൾ മനുഷ്യജന്മം തന്നെ ആവണമെന്നില്ലാലോ, കർമ്മം അവസാനിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആവുമല്ലോ. പക്ഷെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സോൾ എത്തുന്നത് അവിടെ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് തന്നെ അദ്ദേഹം വരും. കാരണം അത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. രാധാമാധവം എന്ന് പറയുന്നത് പ്രകൃതിയും പുരുഷനുമാണ്. രാധാമാധവം, രാധയും മാധവനും അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് രണ്ടും ഭഗവാന്റെ രാധാറാണി തന്നെയാണ് പാസ്റ്റിൽ വന്നത്, ഫ്യൂച്ചറിലും വരുന്നത് അവർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എത്ര വലിയ തെറ്റ് പാർട്ടി ഉണ്ടെങ്കിലും ഫോർ പാർട്ടി ഉണ്ടെങ്കിലും ഇനി ഫൈവ് പാർട്ടി ഉണ്ടെങ്കിലും, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ തമാശക്ക്, ആരൊക്കെ ഉണ്ടെങ്കിലും അവരാണ് നിങ്ങളുടെ സോൾ കണക്ഷൻ, നിങ്ങളാണ് അവരുടെ സോൾ കണക്ഷൻ. പോയ വഴിക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഇതിൽ കൂടുതൽ ഭഗവാൻ ഇനി നിങ്ങൾക്ക് എന്ത് സന്തോഷമോ തരാനുള്ളത് ഈ ഒരു വാർത്തയിൽ കൂടുതൽ അല്ലെ? ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇത് അവർ വരണ്ടാന്നുണ്ടെങ്കിൽ വിട്ടുകളയാ, പൊക്കോട്ടെ. പക്ഷെ അവർ നിങ്ങളുടെ സോൾ കണക്ഷൻ ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഫോർഗീവ് ചെയ്ത് നമുക്ക് അവരെ തിരിച്ചു വരുത്താനുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഇത് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരികയാണെങ്കിൽ ഇത് കുറെ കൂടെ ഇതിന്റെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സൊല്യൂഷനുകളും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റോ പിന്നെ അതല്ല ALS ആണെങ്കിലോ അല്ല വേറെ എന്താണോ നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു റെമഡി ആയിട്ട്, ഇനി അതൊന്നും ഇത് ബ്രേസ്ലെറ്റ് ALS ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ ടിപ്സുകളും ട്രിക്സുകളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരാം. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ഫയലായ ഉണ്ണിക്കണ്ണനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ ഫയലാണ് മുരളീധരൻ, കംസാന്തകൻ, ഗോപിക കൃഷ്ണൻ എന്നുള്ള ഫയൽസ് ആണ് വന്നിരിക്കുന്നത്. പ്രണയത്തെ നിങ്ങൾ ബാലിശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അതായത് നിങ്ങൾ ചിലപ്പോ നിങ്ങളാവാം അവരാവാം, ഇതിപ്പോ ആരാണ് കാണുന്നത് അത് നിങ്ങൾക്ക് അല്ലേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് മേ ബി മാക്സിമം അവരായിരിക്കാനാണ് സാധ്യത. എന്നിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തുകൊണ്ടായിക്കൂടാന്ന് നിങ്ങളും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് വിചാരിച്ചിട്ടുണ്ടാവാം? നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവരെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ഈ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഗോള് സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊരു കാർമിക് എനർജിയാണ്. ഇത് സോളോ ഇൻഫ്ലേമോ ഒന്നും ആയിരിക്കില്ല, ഒരു കാർമിക് എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫില്ലായി കഴിഞ്ഞത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവര് നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ അവരല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിന്നതായിരിക്കാം. അത് നടന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം വരുമ്പോൾ തന്നെ ഇത് കാര്യം സാധിക്കാനാണ് നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല, അവരും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവര് അതൊന്നും മറച്ചു വെച്ച് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളെ ചൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അവരുടെ കയ്യിൽ ഇങ്ങനെ കളിക്കുന്ന കളിപ്പാവയായിട്ട് മാറി താളത്തിനൊത്ത് കുറച്ചൊക്കെ തുള്ളി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ തിരിച്ച് ചെയ്തിട്ടുണ്ടാവുക. എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പാസ്റ്റ് ലൈവിൽ നടന്നിട്ടുണ്ട്. കംസാന്തകൻ, അതായത് നിങ്ങളുടെ പ്രണയത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെയോ അവരുടെയോ ബന്ധുക്കൾ തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളപ്പോ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സോ ഇൻലാസോ ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോ എക്സ്ട്രാ മെരിറ്റൽ ആണെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല ആരായിരിക്കും എന്നുള്ള കാര്യം. അത് തകർക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡിൽ വരുന്നത്. ഓക്കെ, അടുത്തത് ഗോപിക കൃഷ്ണൻ ഫ്യൂച്ചർ കാർഡിൽ വരുന്നത്. ഈ പ്രണയം അനിർവചനീയമായ നിമിഷം നൽകുന്ന ശാരീരിക അഭിലാഷങ്ങളുടെ പൂർത്തീകരണം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് ആണ്. ഈ രണ്ട് കാർഡും വന്നിരിക്കുന്ന നോക്കി നോക്കൂ. അതായത് ആഗ്രഹ സാഫല്യത്തിന് ഇപ്പോ എന്തെങ്കിലും ഒരു ഗോൾ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും സുന്ദരനോ ആയിരിക്കാം ഈ റീഡിംഗ് കാണുന്ന ആൾക്കാർ. ഫിസിക്കൽ അപ്പിയറൻസിൽ ഏറ്റവും നല്ല ആൾക്കാരായിരിക്കാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ശാരീരിക അഭിലാഷങ്ങളുടെ പൂർത്തീകരണം എന്താണോ ആ ഒരു സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നു കഴിയുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുള്ള ചിലപ്പോ ഡിമാൻഡ് അവർക്ക് കുറയും. നിങ്ങളടുത്തുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ അത് മാത്രം ചിലപ്പോൾ മേ ബി അതിന് വേണ്ടി മാത്രം ഉദ്ദേശം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്നുണ്ടാവുക. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ
വെച്ചിട്ട് പ്രണയിക്കാം, ഇതിപ്പോ ഇതിന് വേണ്ടിയിട്ടാണെന്ന് അവർ ചിലപ്പോൾ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അത് അപ്പൊ അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അത് അടുത്ത് അംഗീകരിച്ച് നിങ്ങൾ ആ ഒരു ആഗ്രഹ സാഫല്യൊക്കെ പൂർത്തീകരിഞ്ഞ് അവർ പോവാൻ നിൽക്കുന്ന നേരത്ത് പക്ഷെ നിങ്ങൾക്ക് അത് വിടാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ അതിൽ കുടുക്കിൽ കുരുങ്ങിപ്പോയി. അവരാണെങ്കിൽ കാര്യം കഴിഞ്ഞു അവരവരുടെ പാട്ടിന് പോയി. അങ്ങനെയായിരുന്നിരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇതിൽ കിടന്ന് നിങ്ങളാണ് ഇപ്പൊ നട്ടം, ആ ഒരു ചുഴിയിൽ നിങ്ങളാണ് ഇപ്പൊ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ പാട്ടിന് പോയിരിക്കും. അങ്ങനെയല്ലേ? ആണെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ബിലോ, അല്ലെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ പ്രണയത്തിൽ ചെറിയൊരു കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പൽ റീഡിങ്ങില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകള് അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങള്. കറക്റ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇനിയും നമ്മളിത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് നിർത്താം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി നിങ്ങളുടെ കമന്റിനെ ആശ്രയിച്ചിട്ടായിരിക്കും ബാക്കി വീഡിയോ ഫയൽ വേണോ അല്ല ജനറൽ മതിയോ എന്നുള്ള കാര്യം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്ത് ഇവിടെ കമന്റ് ഇടുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് എത്തട്ടെ. നിങ്ങളുടെ പ്രണയം ഏറ്റവും സാക്ഷാത്കാരമായി മാറട്ടെ. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവർ ബുക്ക് ചെയ്യുക. കുറെ കാര്യങ്ങൾ ഓഫറുകളൊക്കെ ഉണ്ട്. വാലന്റൈൻസ് ഡേ ആയിട്ട് സംബന്ധിച്ച് ഓഫർ ഞാൻ ഒരാഴ്ച കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. വന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോഴ്സിനെ പറ്റി അറിയാനാണെന്നുണ്ടെങ്കിൽ അതും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.